നമസ്കാരം. ജൂൺ 7 ശനിയാഴ്ച രാശിപ്രകാരമുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആ നക്ഷത്രക്കാർ അഥവാ ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം അനുകൂലമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമം എഴുതി ഏവരും വന്ദിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമായി തന്നെ ഇന്നേ ദിവസത്തെ ശനിയാഴ്ച ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം ചില തുടക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. അത് ചില പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതാകാം. ചില കാര്യങ്ങളിൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് ചെയ്യണോ വേണ്ടയോ, ഇത്തരത്തിൽ പലവിധ സംശയങ്ങൾ മനസ്സിലുള്ള വ്യക്തികളാണ്. ഇത്തരത്തിൽ മനസ്സിലുള്ള പല സംശയങ്ങൾക്കും അഥവാ പല സംശയങ്ങളും ദൂരീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല വിധത്തിലും മാറ്റങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു ദിവസം. അത് തൊഴിൽപരമാകാം, ബിസിനസ് പരമാകാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ചില മാറ്റങ്ങൾ പ്രകടമാവുകയോ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുകയോ ചെയ്യാം. സന്തോഷകരമായ പല നേട്ടങ്ങളും സന്തോഷകരമായ പല നിമിഷങ്ങളും ജീവിതത്തിലേക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് കടന്ന് വരാവുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, പങ്കാളിയുമായി ബന്ധപ്പെട്ടുമാകാം. ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിനെ അലോസരപ്പെടുത്തിയിരുന്നതായ പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാൻ സാധിക്കുക അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനം ആവശ്യമുള്ള സമയം തന്നെയാണ് നിങ്ങൾക്ക്. എന്നാൽ പലപ്പോഴും ധനം കൈകളിലേക്ക് പ്രതീക്ഷിക്കുന്ന അത്രയും വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇന്നേ ദിവസം ആവശ്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുക, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ചില സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിലും തടസ്സങ്ങളാൽ അത് മറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ധനം കൈകളിലേക്ക് സഹായമായാണ് എങ്കിലും ലഭിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ ഇന്നേ ദിവസം മാറാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം എങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ ഈശ്വരാധീനത്താൽ സാധിക്കുന്ന ദിവസമായി പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മികച്ചതായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അത് പല വ്യക്തികളുടെയും സഹായത്താലാകാം, പിന്തുണയാലാകാം. എന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നിലനിന്നിരുന്നതായ ചില അസ്വസ്ഥതകളുടെ കാഠിന്യം കുറയ്ക്കുവാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കുവാൻ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമായി തന്നെ മാറാം. ആരോഗ്യ കാര്യങ്ങൾ നിസ്സാരമാക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചികിത്സ നിങ്ങൾ നേടേണ്ടത് അനിവാര്യമാണ്. സന്തോഷകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ അനിവാര്യമായതും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുമായ ചില മാറ്റങ്ങൾ
കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം. പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. ഇത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ധനപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായ അവസരത്തിൽ ചില അശ്രദ്ധകൾ വന്നു ചേരുക, ചില പിശകുകൾ സംഭവിക്കുന്നതിനാൽ ധനനഷ്ടമോ ധനപരമായ ചില വിഷമതകളോ നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ്. പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിച്ചു എന്ന് വരാം. പിന്തുണ ലഭിക്കുക, നിങ്ങളെ ചേർത്ത് നിർത്തുന്നതായ സാഹചര്യം വന്നു ചേരാം. ചില തർക്കങ്ങൾ അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പരിഹരിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. അതായത് ആരെയും പിണക്കാതെ എന്നാൽ കാര്യങ്ങൾ മികച്ചതായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഇവരോട് ദേഷ്യം തോന്നണം എന്നുമില്ല. ചില കാര്യങ്ങളിൽ അനാവശ്യമായ ആശങ്കകൾ പല അവസരങ്ങളിലും വന്ന് ചേരുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. അത്തരത്തിലുള്ള പല ആശങ്കകളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും. ആരോഗ്യകാര്യത്തിൽ പലവിധ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഇവരെ തേടിയെത്തും എന്നതും വാസ്തവമാണ്. അനുകൂലമല്ലാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ് ഇവർ. അത്തരത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ പല ദോഷകരമായ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഒരു ഉയർച്ച വന്ന് ചേരാവുന്ന സമയം തന്നെയാകുന്നു. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ നിസാരമാക്കി തീർക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പല കാര്യങ്ങളും കൈവിട്ടു പോകും എന്ന് തോന്നുന്നതായ അവസരത്തിൽ അത് തിരികെ പിടിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രേരണയാൽ മാത്രം കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ കൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ശ്രദ്ധിക്കണം. ശത്രുക്കൾ ശക്തി പ്രാപിക്കും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. പല അവസരങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ആ അവസരങ്ങൾ നിങ്ങൾ നിസ്സാരമാക്കരുത്. ഈശ്വരനായി അറിഞ്ഞു നൽകുന്നതായ ആ അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ഭാഗ്യം തുണയ്ക്കാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കാം. ധനപരമായ ആവശ്യങ്ങൾ പണം കൈകളിലില്ല എങ്കിൽ പോലും പല വഴികളിലൂടെയും ശ്രമിക്കുകയാണ് എങ്കിൽ ധനം വന്നു ചേരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇന്നേ ദിവസം അനുകൂലമായി തീരാം. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. ഇത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായി പരാമർശിക്കുവാൻ സാധിക്കും. അതിൽ സംശയം വേണ്ട. പല കാരണങ്ങൾ കൊണ്ടും അന്നേ ദിവസം അനുകൂലമായി തീരാം. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും സംശയം ഉണ്ടാകുന്നതായ സാഹചര്യമുണ്ട്. എന്ത് ചെയ്യണം, എപ്രകാരം പ്രവർത്തിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണം, ഇത്തരം പലവിധ പ്രശ്നങ്ങൾ, വിഷമതകൾ, തെറ്റിദ്ധാരണാപരമായ ചില കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി ശരിയായ രീതിയിൽ ആശങ്കകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമാകാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പലരുടെയും സഹായം ലഭിക്കുക, പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ധനം വന്നു ചേരുക, ബിസിനസ് പരമായ അല്പമൊന്ന് നേട്ടങ്ങൾ വന്നു ചേരുക, ചില ആശങ്കകൾ ഒഴിവായി കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല പ്രശ്നങ്ങളും ദൂരീകരിക്കുവാൻ സാധിക്കുന്നതായ ഒരു ദിവസമായി തീരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം.
അതല്ല എങ്കിൽ അത് പല വ്യക്തികളുടെയും വിരോധം, ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന് കാരണമായി തീരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. അത് മറ്റുള്ളവരുടെ സഹായത്താലുമാകാം. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മനസ്സ് വയ്ക്കുകയാണ് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസവുമായി മാറും. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക.